Hey everyone, so welcome back to another video. AI സീരീസിൻ്റെ പുതിയൊരു ചാപ്റ്ററാണ്. നമ്മൾ മൾട്ടിപ്പിൾ വീഡിയോസ് AI ടൂൾസിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് പല കാര്യങ്ങളും ഓൾറെഡി മനസ്സിലാക്കി പോയിട്ടുണ്ട്. AIയിലെ പല കോൺസെപ്റ്റുകൾ, പല ടൂൾസൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നൊരു ടൂളാണ്. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും സ്റ്റാർട്ടിങ് ടു എൻഡ് നിങ്ങൾ കണ്ടിരിക്കണം എന്നുള്ളത് ഞാൻ പറയും. 2 ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ 3 ആസ്പെക്റ്റിൽ എന്ന് പറയാം. ഒന്ന്, നിങ്ങൾ മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതത്തിന് ഓക്കെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് മനസ്സിലാവും. ആൻഡ് മറ്റ് 2 ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ ടൂൾ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2, AI ടൂൾസ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഇന്നൊരു ഓപ്ഷനല്ല, ഇറ്റ് ഈസ് എ നെസസിറ്റി. സോ AI എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, എഫേർട്ട് ഇടുക എന്നുള്ളത് നിർബന്ധമാണ്. സോ ആ ആസ്പെക്റ്റിലും ഈ വീഡിയോ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കണ്ടിരിക്കണം. സോ ഗൂഗിൾ AI സ്റ്റുഡിയോനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമല്ല നമ്മൾ പ്രസൻറ്റ് ചെയ്യണത്. അതിലൊരു സിംഗിൾ മൈൻഡ് ബ്ലോയിങ് ഓപ്ഷനാണ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ടൂൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് മറ്റ് ഓപ്ഷൻസിലേക്കും നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ശരിക്കും ഞാൻ മൈൻഡ് ബ്ലോയിങ് ആണെന്നുള്ളത് വെറുതെ പറഞ്ഞല്ല. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഈ ടൂൾ യൂസ് ചെയ്ത സമയത്ത് ഞാൻ ഞെട്ടിയ ഒരു ടൂൾ തന്നെയായിരുന്നു ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നുള്ളത്. ഡയറക്റ്റ്ലി നമുക്ക് സ്ക്രീനിലേക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അതിനു മുമ്പ് മേക്ക് ഷുവർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ടു റീച്ച് മോർ പീപ്പിൾ. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം അല്ലേ. ഞാൻ ആദ്യം തന്നെ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, റൈറ്റ്. ആൻഡ് ഞാൻ ആക്ച്വലി ഓർക്കണില്ല, നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണത്. അതർവൈസ് യു ക്യാൻ ജസ്റ്റ് സെലക്ട് യുവർ ഇമെയിൽ ID ആൻഡ് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഗൂഗിൾ AI സ്റ്റുഡിയോയിലേക്ക്. ആൻഡ് ഇതിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഓപ്ഷൻ, ബേസിക്കലി ഞാനൊരു ഓവർവ്യൂ തരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ മൾട്ടിപ്പിൾ AI ടൂൾസ് ഉണ്ട് അല്ലേ. ശരിക്കും ജെമിനായി, VO3 പോലുള്ള മൾട്ടിപ്പിൾ AI ടൂൾസ് ഗൂഗിളിനുണ്ട്. സോ ജെമിനായി ബാക്കെൻഡിലുള്ള ഒരു ടൂളാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ട്രീം എന്നുള്ള ഒരു ഓപ്ഷനാണ്. സ്ട്രീമിൽ തന്നെ ഷെയർ സ്ക്രീൻ. ആൻഡ് ഇതിനൊരു യൂസ് കേസും കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് നിങ്ങളുടെ കൂടെ വേണം. നിങ്ങൾ സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് നിങ്ങളുടെ കൂടെ വേണം. ദാറ്റ് ഈസ് ഗൂഗിൾ AI സ്റ്റുഡിയോ. ഒരു എക്സാമ്പിൾ ത്രൂ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് ജസ്റ്റ് ഓപ്പൺ ആക്കി. ഇതാണ് എൻ്റെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. സോ ഹേ, ഹൗ ആർ യു? I am doing well. Thanks for asking. How are you? All good, all good. So I want to ask you Great. something. Yeah, I want to ask you something that you can see my YouTube homepage, right? And there are multiple videos in the homepage that is being shown to me, like always. And why this top right video? Why is this showing to me particularly? Based on what's visible in the screen, the video new ChatGPT agent will blow your mind, watch before everyone else, might be shown to you because the algorithm thinks that you might be interested in videos related to ChatGPT or AI. Okay, got it. So do you have any idea, like, for on this video, this particular video of Ali Abdal's video, what might like It seems that the YouTube algorithm could be recommending this video because you have shown interest in videos related to achieving financial freedom. As suggested by the title, How to Achieve Financial Entitlement. ഞാൻ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമുള്ളത് ഞാൻ ക്ലിയർലി ചോദിച്ചു, രണ്ടാമതുള്ളത് ഞാൻ സ്റ്റെക്കായിട്ടാണ് സംസാരിച്ചത് എന്നുള്ളെങ്കിലും അത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് എന്നോട് സംസാരിച്ചു. നമ്മൾ സ്ക്രീന് കാണിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും പഠിക്കാം, എന്ന് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറയാം, എന്തിനെക്കുറിച്ച് മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ഒരു അസിസ്റ്റൻറ്റ് നിങ്ങളെ കൂടെ ഉണ്ടെങ്കിലോ. ഐ നോ ഇപ്പോൾ പല ആളുകളുടെയും കൺസേൺ, ഇംഗ്ലീഷിൽ സംസാരിക്കണമല്ലോ, കുറച്ച് ഹാർഡാണല്ലോ. ലെറ്റ്സ് സീ. ഞാൻ അഗെയിൻ ഒരു സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാം. നിനക്ക് മലയാളത്തിൽ സംസാരിക്കാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായും എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കഴിയും. എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്?
ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തു, ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യായിരുന്നു ആൻഡ് ഐ വാസ് ലൈക്ക് കൺഫ്യൂസ്ഡ് ആണ് വൈ ഈ വീഡിയോസൊക്കെ എനിക്കിങ്ങനെ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. ലൈക്ക് അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ സ്പെസിഫിക്കലി? നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ചില വീഡിയോകൾ കാണിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. നിങ്ങളുടെ കാഴ്ചശീലങ്ങൾ, സബ്സ്ക്രിപ്ഷനുകൾ, മുമ്പത്തെ തിരയലുകൾ എന്നിവയെല്ലാം ഓക്കെ യൂട്യൂബിലെ ഓക്കെ അൽഗോരിതം. ഓക്കെ, മനസ്സിലായി. സോ ഞാൻ വാട്ട് ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, ദെൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ലിങ്കുകൾ ഇവിടെ ഉണ്ട് ആൻഡ് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് ഓക്കെ, നീ ഒന്ന് ഇതിൽ കൂടെ ഗോ ത്രൂ ചെയ്യ്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പേജിലൂടെ ഗോ ത്രൂ ചെയ്തോ ആൻഡ് എനിക്കൊന്ന് പറഞ്ഞുതരുമോ ഈ പേജിലുള്ളതിൻ്റെ ബേസിൽ ഒരു ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു ഓവർവ്യൂ തരുമോ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളതിൽ? തീർച്ചയായും. ഈ വിക്കിപീഡിയ പേജ് അനുസരിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ, മറ്റ് ഡിജിറ്റൽ മീഡിയ തുടങ്ങിയ ഇന്റർനെറ്റും ഓൺലൈൻ അധിഷ്ഠിത ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന വിപണനത്തിന്റെ ഒരു ഘടകമാണ്. ഓക്കെ നിങ്ങൾക്ക് ഓക്കെ കൂടുതൽ വിവരങ്ങൾ വേണോ? ഓക്കെ, മനസ്സിലായി. ലൈക്ക് ഞാൻ ഈ സെലക്ട് ചെയ്ത പാർട്ടിൽ ആക്ച്വലി എന്താ പറയണത്? നിങ്ങൾ സെലക്ട് ചെയ്ത ഭാഗത്ത് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് 1990കളിലും 2000കളിലും സാങ്കേതിക വിദ്യ വിപണനം ചെയ്യുന്ന രീതിയെ കാര്യമായി മാറ്റിമറിച്ചു എന്നാണ്. കൂടാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ദൈനംദിന ജീവിതത്തിലും വ്യാപകമായി ഓക്കെ ഓക്കെ ഉപയോഗിക്കുന്നു ഓക്കെ എന്നും പറയും. എനിക്ക് മനസ്സിലായി. സി ഞാൻ എനിക്ക് തോന്നുന്നു ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു ടൂളിനെ കുറിച്ച് ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട്. സോ എങ്ങനെയാണ് എനിക്ക് ചാറ്റ് ജി പി ടി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഞാൻ എന്ത് സ്റ്റെപ്പാണ്, ഞാൻ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുതരുമോ? തീർച്ചയായും. ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നതിന് ഓപ്പൺ എ ഐ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ് ആദ്യപടി. അതിനുശേഷം നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയുടെ ഇന്റർഫേസിലേക്ക് പ്രവേശിക്കാൻ കഴിയും. കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ടോ? ഓക്കെ, ഞാൻ എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുതരുമോ? ഓപ്പൺ എ ഐ വെബ്സൈറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷം ചാറ്റ് ജി പി ടിയുടെ ഇന്റർഫേസിലേക്ക് ഓക്കെ, ലോഗിൻ അതെനിക്ക് മനസ്സിലായി. ലൈക്ക് ഓപ്പൺ എ ഐയിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഇമെയിൽ വെരിഫൈ ചെയ്യേണ്ടി അല്ല, വരും. അക്കൗണ്ട് അതിനുശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷമല്ലേ? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും സെർച്ച് ചെയ്യണോ? പുതിയ ടാബ് തുറക്കണോ? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓപ്പൺ എ ഐ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. അതിനായി ഒരു പുതിയ ടാബ് തുറന്ന് ഓപ്പൺ എ ഐ എന്ന് സെർച്ച് ചെയ്യാമോ? ഓക്കെ, സെർച്ച് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? സെർച്ച് ചെയ്ത ശേഷം ഓപ്പൺ എ ഐയുടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ടില്ലേ, മലയാളത്തിൽ നിങ്ങളുടെ ഒരു അസിസ്റ്റൻറ്റ് ഓർ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് എന്തും പറഞ്ഞു തരാനായിട്ട് റെഡി ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചോദിക്കാം, മടുക്കുമോ എന്നുള്ളത് നോക്കണ്ട. എങ്ങനെയുള്ള ഒരു അടിപൊളി ഫ്രണ്ടാണ് സിംപ്ലി ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയുടെ സ്ട്രീം എന്നുള്ള വേർഷൻ. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾവേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. ബിക്കോസ് നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഈ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഡേറ്റയോ ഓൾവേസ് ആ മോഡലിൽ മോർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് പല സ്ഥലങ്ങളിലും ക്ലെയിം ചെയ്യാറുണ്ട്. സോ സെൻസിറ്റീവ് ആയിട്ടുള്ള പാസ്വേഡ്സോ ഓർ അങ്ങനെയുള്ള പേഴ്സണൽ ഡേറ്റയോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻസോ നിങ്ങൾ ജെമിനൈക്ക് സ്ക്രീൻ വഴി പാസ് ചെയ്യാതെ അല്ലെങ്കിൽ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ വഴി സ്ക്രീൻ ത്രൂ പാസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ഓൾവേസ് നിങ്ങളുടെ മൈൻഡിൽ കീപ്പപ്പ് ചെയ്യുക. ഇതൊരു അടിപൊളി ടൂളാണ്. നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും പഠിക്കാം, എന്തിനെക്കുറിച്ചും ചോദിക്കാം. ഇങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിൽ വളരെ അടിപൊളിയായിട്ടുള്ള ടൂളാണ്. മേക്ക് ഷുവർ നിങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. ആൻഡ് എന്നെ പോലെ ഒരു മൈൻഡ് ബ്ലോയിങ് മൊമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആദ്യമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ subscribe here for more such contents and share this video with your friends and family. Thank you so much for watching. We'll see you in the next video.